ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരി എന്ന ഈ പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച 19-ാം സങ്കീർത്തനത്തിലെ 10 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അവ പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയുമാകുന്നു. 10-ാമത്തെ വാക്യം. 11-ാം വാക്യം, നിന്റെ ദാസനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ആ 2 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കുകയാണ്. അവ പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയുമാകുന്നു. നിന്റെ ദാസനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. 19-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം മുതൽ യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ സാക്ഷ്യം, യഹോവയുടെ ആജ്ഞകൾ, യഹോവയുടെ കൽപ്പനകൾ ആദിയായവയെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തനക്കാരൻ ആ മഹത്വവർണ്ണന എപ്രകാരമാണെന്ന് 6-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് ശ്രദ്ധേയമായി വിവരിക്കുന്നു. 4 എപ്പിസോഡുകൾ കൊണ്ടാണ് നമ്മൾ ആ 6 വാക്യങ്ങൾ തന്നെ വിശദീകരിച്ചത്. അതിനുശേഷം ആ തലത്തിൽ നിന്ന്, പ്രപഞ്ച വർണ്ണനയിൽ നിന്ന് വ്യത്യസ്തമായി 7-ാമത്തെ വാക്യം മുതൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്കും സാക്ഷ്യത്തിലേക്കും കൽപ്പനയിലേക്കും ആജ്ഞയിലേക്കും പ്രവേശിക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, നിർമ്മലമായ ഭക്തി, എന്നേക്കും നിലനിൽക്കുന്ന ഭക്തി, സത്യവും നീതിയുമായിട്ടുള്ള ഭക്തി, ഇവയെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും അവ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ പറയുകയാണ്, ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്ക ദൈവിക ഭക്തി, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ദൈവഭക്തി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ അവസാന ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദൈവത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് സത്യമായിട്ടുള്ളവയും നീതിയായിട്ടുള്ളവയുമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന സത്യമായിട്ടുള്ളവയും നീതിയായിട്ടുള്ളവയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭക്തിയുടെ പര്യായ പദങ്ങളാണ്. സത്യമില്ലാത്ത, നീതിയില്ലാത്ത പ്രാർത്ഥനയെന്ന് പറയുന്ന, ആരാധനയെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അഭക്തിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത് ആ ഭക്തിയെക്കുറിച്ചുള്ള മറ്റൊരു വ്യാഖ്യാനം, അത് പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കതാണ്. ഈ ലോകത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭമെന്ന് കവിവാക്യങ്ങളും കേട്ടിട്ടുണ്ട്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമുള്ള പല യുദ്ധങ്ങളും ഈ സ്വർണത്തിന് വേണ്ടിയും, അതായത് കനകത്തിന് വേണ്ടിയും കാമിനിക്ക് വേണ്ടിയുമുള്ളതായിരുന്നു. അപ്പം തിളങ്ങുന്ന ലോകത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് കോളനിവൽക്കരണ കാലഘട്ടത്തിൽ എത്രയോ സാധുക്കളായിട്ടുള്ള മനുഷ്യർ സ്വർണത്തിന് വേണ്ടിയും രത്നത്തിന് വേണ്ടിയും കനകത്തിന് വേണ്ടിയും പരസ്പരം പോരടിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവയെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചത് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ഈ മൂലകങ്ങളുടെ പ്രത്യേകത, സ്വർണവും തങ്കവും എന്ന് പറയുന്നത്, പൊന്നും തങ്കവും എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹിക്കത്തക്കതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, വിവാഹ വീടുകളിലാണെങ്കിലും മറ്റ് അലങ്കാര മേഖലകളിലാണെങ്കിലും പൊന്നും തങ്കവും ഇല്ലാത്ത ഒരു അലങ്കാര മേഖലകളില്ല, ആഘോഷങ്ങളില്ല. മനുഷ്യൻ എത്ര കടമെടുത്തും സ്വർണവും തങ്കവും ഒക്കെ വാങ്ങും. തങ്കമെന്ന് പറയുന്നത് പൊന്നിൻ്റെ, അതായത് സ്വർണത്തിൻ്റെ ഏറ്റവും ശുദ്ധരൂപമാണ്. അതിന് വില സ്വർണത്തേക്കാൾ കൂടുതലുമാണ്. സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന ഉരുപ്പടികളിലൊക്കെ പ്രത്യേകിച്ച് മറ്റു മൂലകങ്ങളും ചേർക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കും, ഈയമൊക്കെ ചേർക്കും. പക്ഷേ തങ്കമെന്ന് പറയുന്നത് അത് തനിത്തങ്കമെന്ന് നമ്മൾ പറയാറില്ല. അത്
തനി സ്വർണ്ണമാണ്, വില കൂടുതലാണ്. പ്രിയമുള്ളവരെ, യഹോവ ഭക്തിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിശദീകരിച്ചപ്പോൾ പറയുകയാണ്, യഹോവയുടെ ഭക്തി നിർമ്മലമായതാണ്, അത് പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ ആഗ്രഹിക്കത്തക്കവയാണ്. അപ്പോൾ യഹോവ ഭക്തിക്ക് വേണ്ടി, ദൈവത്തോടുള്ള അടുപ്പത്തിന് വേണ്ടി ഒരു ഭക്തൻ, ഒരു വിശ്വാസി, ഒരു നിർമ്മലനായ മനുഷ്യൻ എത്രത്തോളം ആഗ്രഹിക്കണം? നിനക്ക് എത്രത്തോളം പൊന്നും കനകവും ഉണ്ടെന്നുള്ളതല്ല, തങ്കവും ഉണ്ടെന്നുള്ളതല്ല നിന്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതിനേക്കാൾ ആഗ്രഹിക്കത്തക്ക എന്തൊക്കെയോ കാര്യങ്ങൾ യഹോവ ഭക്തിയിലുണ്ട്, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലുണ്ട്. സ്വർണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത്, തങ്കത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ഏത് കാലത്ത് കൊടുത്താലും അതിന് വില കിട്ടും. തിളക്കമുള്ള ലോഹമാണ്, അതിനെ അടിച്ചു വിടർത്തി വലിച്ചു നീട്ടി നല്ല ആഭരണങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഭക്തി കൊണ്ട് നാം നിർമ്മിക്കുന്ന കൊട്ടാരങ്ങളും, അതായത് ആത്മീകതയുടെ, വിശുദ്ധിയുടെ നിർമ്മല അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളും വാക്കുകൾക്കപ്പുറമാണ്. എൻ്റെ ദൈവത്തോടുള്ള ഭക്തി എത്ര വലുതായിരിക്കണം! ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നതിന് പിതാക്കന്മാർ പിന്നീട് പറയാറുണ്ട്, വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്, വേറെ വാക്കുകൾ പറയും. ഭക്തി എന്നുള്ള വാക്ക് അങ്ങോട്ട് ഉയർന്നു വരുമ്പോൾ മാറും. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സഹവാസം, ദൈവത്തോടുള്ള സാമീപ്യം, ദൈവത്തോടുള്ള സംഭാഷണം, ദൈവത്തിലായിത്തീരുന്ന അനുഭവം. ഒരുവൻ എന്നിലും ഞാൻ അവനിലുമായാൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. ദൈവത്തിൽ നമ്മളായിത്തീരുന്ന ഒരു തലം, അതാണ് ഭക്തിയുടെ തലം. ക്രിസ്തുവെന്ന തലയോളം വളരുന്ന തലം, കാലസമ്പൂർണതയിലെ വ്യവസ്ഥയെന്ന് പൗലോസ്ലീഹ പറയുന്ന തലം, അതാണ് ഭക്തിയുടെ തലം. അതായത് ദൈവത്തിൽ ലയിച്ചു ചേരുക, അലിഞ്ഞു ചേരുക. ഈ ഹൈന്ദവ പാരമ്പര്യത്തിൽ പരമപദം പ്രാപിക്കുക എന്ന് പറയുന്നത് ആ ഒരു തലമാണ്. ഈശ്വരനോട് ലയിച്ചു ചേരുകയാണ്. ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്, ദൈവത്തിൻ്റെ ഭാവത്തിലാണ്, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ടാണ്. ആ ദൈവത്തിൽ വലയം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിനുള്ളവരായി തീരുക എന്ന് പറയുന്നതിൻ്റെ തലമത. പൊന്നിനേക്കാളും മധുരമുള്ള അനുഭവം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഭക്തിയും. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തെക്കുറിച്ച് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. ആ ദൈവത്തോടുള്ള സാമീപ്യത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട മനസ്സിൻ്റെ ഒരു മാറ്റം, ഹൃദയത്തിൻ്റെ ഒരു മാറ്റം, അത് ശക്തമായി തീരണം. അതുകൊണ്ട് തന്നെ അഭിനന്ദ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ശ്രേഷ്ഠമായി പാടി ഭാഗ്യസ്മരണാർഹനായ ഒസ്താത്യോസ് തിരുമേനി, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻധൈര്യം, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. പ്രിയമുള്ളവരെ, ആ ദൈവിക സാക്ഷ്യത്തിൻ്റെ ഭാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവഭക്തിയിൽ ആയിത്തീരുവാനും നമ്മൾക്ക് സാധിക്കണം. പിതാക്കന്മാർ രക്തസാക്ഷിത്വം വരിച്ചതും കർത്താവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ലോകത്തിൻ്റെ അറ്റത്തോളം ഓടി നടന്നതും ആ ദിവ്യമായ സ്നേഹത്തെ പ്രതിയാണ്. സുറിയാനി പിതാക്കന്മാർ ആ ഭക്തി എന്നുള്ള പദത്തെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അതൊരു വലിയ സമർപ്പണമാണ്, അതൊരു വലിയ സ്നേഹമാണ്. ദൈവത്തോടെടുക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഭക്തി എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാനാവാത്തൊരു അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ നിറവിൽ നമ്മളായിത്തീരണം. അപ്പം തങ്കത്തെക്കാളും ദൈവസാമീപ്യത്തെ ആഗ്രഹിക്കണം. ആഗ്രഹമെന്ന് പറയുന്നത് പലപ്പോഴും, മോഹമെന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവായി നമുക്ക് തോന്നിയാലും, ഈ പറയുന്ന പൊന്നിനെയും തങ്കത്തെയും ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് മോഹമായിട്ട് മാറുന്നത്, വ്യർത്ഥതയായിട്ട് മാറുന്നത്, അത്യാഗ്രഹമായിട്ട് മാറുന്നത്. അതിനുവേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിക്കും തോറും മനുഷ്യൻ പരസ്പരം പോരടിക്കും, സഹോദരങ്ങളെ കൊല്ലും, പിടിച്ചുപറിക്കും, കള്ളത്തരം കാണിക്കും, കാപട്യത്തിലായിത്തീരും. പക്ഷേ ദൈവഭക്തിക്ക് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ വിലയുള്ള ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ പലതും വിട്ടുകൊടുക്കും.
എനിക്ക് ലോകത്തിൻ്റെ ഒന്നും വേണ്ടായേ, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാദം നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാദം നോക്കി എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സമർപ്പിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കതാണ് ദൈവഭക്തി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തോണം, പൊന്നിനെയും തങ്കത്തെയും ആഗ്രഹിക്കുന്നവൻ ജീവിതം നിരാശയിലേക്ക് മാറ്റപ്പെടുത്തും. എന്നാൽ അതിനേക്കാൾ മൂല്യമേറിയത് നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്തിയെ ആഗ്രഹിക്കുമ്പോൾ പലതും വിട്ടുകൊടുക്കാൻ തോന്നും. പക്ഷേ അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വലിയ നിക്ഷേപം കിട്ടും. നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഈ തരുണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും പറയുന്നു, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയാണ് യഹോവയോടുള്ള ഭക്തി. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണെന്ന് പറയുമ്പോൾ ഓർത്തോണം, ശിംശോൻ്റെ ചോദ്യത്തിൽ തൻ്റെ ഭാര്യയുടെ ആളുകൾ, സ്നേഹിതർ ശിംശോനെ കാണാൻ വന്നപ്പോൾ ഒരു കടങ്കഥ ചോദിച്ചു. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. അവർക്കതിൻ്റെ മറുപടി കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം ശിംശോൻ്റെ ഭാര്യയായിട്ടുള്ളവളെ, ആ കനാന്യക്കാരിയെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ശിംശോനിൽ നിന്ന് തന്നെ അവൾ മുഖേന ആ രഹസ്യം ചോർത്തിയെടുത്തു. അപ്പം ശിംശോൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത്, സിംഹത്തേക്കാൾ ശക്തിയേറിയതെന്ത്? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. അപ്പം തേനെന്ന് പറയുന്നതിന് ഭയങ്കര മാധുര്യമുണ്ട്. തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? ആധുനിക ലോകത്തിൽ പല കെമിക്കൽ സബ്സ്റ്റൻസൊക്കെ ഉള്ളതുകൊണ്ട് ഒറിജിനൽ തേനിനേക്കാളും മാധുര്യമുള്ള പലതുമുണ്ട്. തേനിൻ്റെ മധുരത്തേക്ക് തോൽപ്പിക്കുന്ന സാക്രൈൻ പോലെയുള്ള പദാർത്ഥങ്ങളുണ്ട്. സാധാരണ പഞ്ചസാരയേക്കാൾ 1000 മടങ്ങ് മധുരമുള്ള സാധനങ്ങളുണ്ട്. മനുഷ്യന് രുചി നൽകി അവനെ നശിപ്പിക്കുന്ന ഒരുപാട് മാധുര്യമുള്ള വസ്തുതകളുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മാധുര്യമുള്ളവ. തേൻ കട്ടയേക്കാൾ എന്നുള്ളതിന് മറ്റു ചില പരിഭാഷകളിൽ തേൻ അടയെന്നാണ് പറയുന്നത്. തേനിനേക്കാൾ മധുരമുള്ളത്, തേനിലും മധുരമായിട്ടുള്ള ദൈവത്തോടുള്ള ഭക്തി. ഒരു മനുഷ്യൻ തേൻ കഴിക്കുമ്പോൾ അവനൊരു പ്രത്യേകമായ സന്തോഷമുണ്ട്. തേൻകട്ട കഴിക്കുമ്പോൾ അതിനേക്കാളൊരു സന്തോഷമുണ്ട്. അപ്പോൾ പൊന്നിനേക്കാളും തങ്കത്തേക്കാളും വിലയേറിയതാണ് യഹോവയോടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുകയാണ്, തേനിനേക്കാളും തേൻകട്ടയേക്കാളും. അപ്പോൾ ഇത് രണ്ടും രണ്ട് തലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുക. ദൈവത്തോടുള്ള ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഈ പൊന്നെന്ന് പറയുന്നത് ഓർത്തോണം, സമ്പാദ്യങ്ങളുടെ ഭാഗമാണ്, നിക്ഷേപങ്ങളുടെ ഭാഗമാണ്. മനുഷ്യന് നിക്ഷേപങ്ങൾ ആവശ്യമാണ്. മനുഷ്യൻ അതിനുവേണ്ടി ഓടും, അതിനുവേണ്ടി എന്തും ചെയ്യും. അപ്പം ഭക്തി എന്ന് പറയുന്നത് നിക്ഷേപത്തേക്കാൾ മുകളിലാണ്. ഇവിടെ വീണ്ടും പറയുകയാണ്, ഈ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളവയാണെന്ന് പറയുമ്പോൾ തേൻകട്ടയെന്ന് പറയുന്നത് ഭക്ഷണപദാർത്ഥമാണ്. മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നേരിടുന്ന ചില വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് പ്രിയമുള്ളവരെ. തിന്നാൻ വേണ്ടിയും കുടിക്കാൻ വേണ്ടിയും മനുഷ്യൻ ഒത്തിരി ഓടുന്നുണ്ട്. അപ്പോൾ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടുന്നു, തിന്നാനും കുടിക്കാനും വേണ്ടി മനുഷ്യൻ ഓടുന്നു. അപ്പോൾ തേനും തേൻകട്ടയെന്ന് പറയുന്നത് ഓർത്തോണം, തേനെന്ന് പറയുന്നത് ഒരേ സമയം ഭക്ഷണമാണ്, അത് പാനീയമാണ്. അപ്പം ദൈവത്തിൻ്റെ ഭക്തിയിൽ ഒരേ സമയം ഓർത്തോണം, നിത്യമായ ഭക്ഷണവുമുണ്ട്, നിത്യമായ പാനീയവുമുണ്ട്, നിത്യമായ സമ്പാദ്യവുമുണ്ട്. അപ്പോൾ തേനും തേൻകട്ടയും പൊന്നും തങ്കവും ചില പ്രതീകങ്ങളും മാത്രം. പൊന്നിനും തങ്കത്തിനും നിറം പോകുന്നില്ല, കാലാന്തരത്തിൽ നിറം പോകുമായിരിക്കാം. തേനും തേൻകട്ടയും രുചിദായകമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ ഓർത്തോണം, സമ്പാദ്യത്തിൻ്റെ ഒരു രുചിയുണ്ട്, ഭക്ഷണത്തിൻ്റെ ഒരു രുചിയുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, ദൈവമേ എനിക്കൊരു വലിയ നിക്ഷേപം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു, നിക്ഷേപം കിട്ടിക്കഴിഞ്ഞു, പിന്നെ വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ദൈവത്തെ അടുക്കുന്നവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഭക്ഷണവും വേണ്ട, പാനീയം വേണ്ട. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല,
അതിനപ്പുറമായ ചില കാര്യങ്ങളാണ്. ദൈവത്തോടടുക്കുന്ന മനുഷ്യൻ, നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയത്തില്ലേ, ദൈവം തമ്പുരാൻ ഉപവസിച്ചോ നമുക്ക് വേണ്ടിയാണ്. ഉപവസിച്ച സമയത്ത് സാത്താൻ അടുത്ത് ചെന്നു കല്ലപ്പമാക്കി തീർക്കുവാൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഒരുപാട് തലങ്ങൾ അതിനുണ്ട്. അപ്പം കല്ലപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. കർത്താവിന് സാത്താൻ നൽകിയ കല്ലപ്പമാക്കി തീർത്ത് വിശപ്പ് മാറ്റേണ്ട കാര്യമില്ല. ആ തമ്പുരാനാണ്, ആ തമ്പുരാൻ്റെ സാക്ഷ്യമാണ് സ്വർഗരാജ്യം തേനിനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമുള്ളവയെന്ന് അവൻ്റെ ദാസന്മാർ സാക്ഷിച്ചിട്ടുള്ളത്. മനുഷ്യാവതാരം ചെയ്തവനാണ് തമ്പുരാൻ. ആ വലിയവനായ ദൈവമാണ് ഈ ദാവീദിനും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. തേനിനേക്കാളും തേൻകെട്ടേക്കാൾ ശ്രേഷ്ഠമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ദൈവത്തോടുള്ള ഭക്തിക്കും ഒരു രുചിയുണ്ട് പ്രിയമുള്ളവരെ, ഒരു മധുരമുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് ഈ പ്രാർത്ഥനയും ഭക്തിയുമൊക്കെ രുചിയില്ലാതായി പോകുന്ന എന്താണെന്നറിയാമോ? നമ്മളുടെ രുചി മുകുളങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റു പലതിനോടും നമുക്ക് ഭക്തിയുണ്ട്, മറ്റു പലതിനോടും നമുക്ക് അടുപ്പമുണ്ട്, മറ്റു പലതിൻ്റെയും പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുകയാണ്, മറ്റു പലതും നേടാൻ വേണ്ടി ഓടുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സുഗന്ധം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കണം. ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടം വന്നാലും കുഴപ്പമില്ല പ്രിയമുള്ളവരെ. പല സാഹചര്യങ്ങളിലായി പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ പൊന്നും പണവുമൊക്കെ നഷ്ടപ്പെട്ട് കാണും. നിക്ഷേപങ്ങൾ എവിടേക്കോ പോയി കാണും, ആരൊക്കെയോ ചതിച്ചുകൊണ്ട് പോയി കാണും. നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന രുചികരമായ ഭക്ഷണം ഇപ്പോൾ ഒരുപക്ഷെ നിനക്ക് കഴിക്കാൻ പറ്റാതെ വന്ന് കാണും. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഷുഗറുമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ മധുരമൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രായമായി കഴിഞ്ഞാൽ, ഓർമ്മ പോയി കഴിഞ്ഞാൽ സ്വർണമോ തങ്കമോ ഒന്നും നമുക്ക് മൂല്യമായി തോന്നത്തില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള വെളിവ് നഷ്ടപ്പെടുമല്ലോ. എന്നാലും ഓർത്തോണം, ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ സ്വർണത്തിനും തങ്കത്തിനും ഒക്കെ നമ്മുടെ ഒരു താല്പര്യം നഷ്ടപ്പെടും. അസുഖമായി കഴിഞ്ഞാൽ, ഷുഗറും മറ്റും വന്നു കഴിഞ്ഞാൽ തേനിനോടും തേൻകട്ടയോടുമുള്ള താല്പര്യം നഷ്ടപ്പെടും. കഴിക്കരുതേ എന്ന് പറയും. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ചെറുപ്രായം തൊട്ട് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ഓർമ്മയോടുകൂടി, ഓർമ്മ നഷ്ടപ്പെട്ടാലും സമ്പാദ്യമായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ട്. അസുഖമാണെങ്കിലും ദൈവസാമീപ്യത്തിൻ്റെ, ദൈവത്തോടുള്ള ഭക്തിയുടെ മാധുര്യം അനുഭവിക്കുവാനും പറ്റും. വീണ്ടും പറയുന്നു, നിന്റെ ദാസനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. നിന്റെ ദാസനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവമേ, എനിക്കവയാൽ ഒരു വലിയ പ്രബോധനം ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ സത്യമൊക്കെ മനസ്സിലാകുന്നത് കൊണ്ട്. പ്രബോധനം നൽകാൻ മാത്രമുള്ളതല്ല, കേൾക്കാനോടുള്ളതാ പ്രബോധനം. നല്ല ബോധനം, നല്ല വെളിവുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബോധനം. എനിക്ക് നിങ്ങൾക്കും ചില ബോധനങ്ങൾ കിട്ടാനുണ്ട്. അതായത് ദൈവഭക്തിയിൽ നിന്ന്, ദൈവത്തോടുള്ള സാമീപ്യത്തിൽ നിന്ന് നല്ലൊരു പ്രബോധനം. ആഢ്യനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവ പ്രമാണിക്കുന്നത് കൊണ്ട് വളരെ പ്രതിഫലം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ആജ്ഞകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ, അവനോടുള്ള ഭക്തി, ഇവയൊക്കെ പാലിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ആ പ്രതിഫലം നമ്മളെ ഒരു വലിയ യുഗാന്ത്യകാലത്തേക്ക് നയിക്കുകയാണ്. ദാവീദ് പറയുന്നു, ഇവിടെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു. ആ പ്രതിഫലം ഇവിടെ കൊണ്ട് തീരുന്നതല്ല, ദൈവത്തോട് ചേരുന്നവന് കിട്ടുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും ലഭിക്കുമെന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ പ്രതിഫലം. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, കാൺമതെല്ലാം അഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും,
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ദാവീദ് ഇവിടെ സാക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിനാൽ അടിയനും പ്രതിഫലം ലഭിക്കുന്നു. തലമുറയ്ക്കൊരു പ്രതിഫലം കിട്ടും. നീതിമാൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ, ദൈവത്തോട് അടുത്തിരിക്കുന്നവൻ്റെ, ദൈവവിധിയിൽ സങ്കേതപ്പെടുന്നവൻ്റെ ഒക്കെ തലമുറയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. 30, 60, 100 മേനിയായി ലഭിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ വാഗ്ദാനത്തിൽ നമുക്ക് സങ്കേതപ്പെടാം. വീണ്ടും പറയുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? 12-ാം വാക്യം, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധയാ ഉള്ള പാപങ്ങൾ അകറ്റി നിന്റെ ദാസനെ കാത്തുകൊള്ളണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അവസാനത്തെ 3 വാക്കുകളൂടെ ചേർന്ന് നമ്മൾ പറയുകയാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഭക്തനാണ്, ദൈവത്തോട് അടുക്കുന്നവനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലും നമ്മൾ അറിയാത്ത തെറ്റുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭക്തിയൊക്കെ യഥാർത്ഥമായിട്ട് വരുമ്പോൾ, കൽപ്പനകൾ പാലിക്കുമ്പോൾ, ഞാൻ പാപിയാണെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഉറപ്പിച്ചു പറയും. ഞാൻ മഹാനാണെന്ന് പറയത്തില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ സാക്ഷിക്കും. നിങ്ങൾ ഞാനും അറിയാതെ, പ്രിയമുള്ളവരെ, ഏത് പ്രായത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഓർത്തുകൊള്ളണം, പാപത്തിൻ്റെ നാശത്തിൻ്റെ കൃമികീടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു നല്ല ചെടിയുടെ തായ്തണ്ടിൽ കടന്നുകൂടിയ കൃമികീടങ്ങളെപ്പോലെ പാപത്തിൻ്റെ കണങ്ങൾ, ദോഷത്തിൻ്റെ കണങ്ങൾ നമ്മിലുമുണ്ട്. അതിനെ കണ്ടെത്തണം, അവയെ ഒഴിവാക്കണം. അല്ലെങ്കിൽ അവ നമ്മുടെ ജീവിതമാകുന്ന, ശരീരമാകുന്ന ആ അനുഭവത്തെ തുരന്ന് നശിപ്പിക്കും. ഒരു വലിയ പ്രാർത്ഥനയാണ്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഒത്തിരിയുണ്ട് പ്രിയമുള്ളവരെ. ഈ മറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൊക്കെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് നമ്മൾ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. ഇവ നമുക്ക് അസുഖ കാരണമാണ്, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ്. ആരാലും അറിയാതെ മറഞ്ഞു വെച്ചിരിക്കുന്ന ചില തെറ്റുകളുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു കുഴപ്പമുണ്ടെന്ന് നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. മറ്റു ചിലത്, എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. മറ്റൊന്ന്, എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. അതുപോലെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളുടെയും കാര്യം ഇതാ കേട്ടോ, മൂടിക്കിടക്കുകയാണ്. ചിലത് നമ്മൾ മറച്ചു വെച്ചേക്കുക, ഒളിപ്പിച്ചു വെച്ചേക്കുക. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെയൊക്കെ പോക്കി മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും പാടുന്നു, സ്വമേധയാവുള്ള പാപങ്ങൾ അകറ്റി നിന്റെ ദാസനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. സ്വമേധയാവുള്ള പാപങ്ങളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജന്മപാപങ്ങളാകാം, ആദാമ്യ പാപം, നമ്മളറിയാതെ തലമുറകളിലേക്ക് സന്നിവേശിച്ചിരിക്കുന്ന പാപങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മളുടെ അറിവോടുകൂടി നമ്മളിലേക്ക് സന്നിവേശിച്ചിരിക്കുന്ന പാപങ്ങളുണ്ട്. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ചില പാപങ്ങളുണ്ട്. നമ്മൾ പറയത്തില്ലേ, ചൊല്ലും ചോറും കൊടുത്ത് വളർത്തുന്ന അനുഭവം. ചില പാപങ്ങളെയും അതുപോലെ കേട്ടോ, നമ്മളിങ്ങനെ താലോലിച്ച് വലുതാക്കുന്നുണ്ട്. ഒഴിവാക്കി കളയേണ്ടതാണ്, പക്ഷേ നമ്മളിങ്ങനെ താലോലിക്കുകയാണ്, അതിനെക്കുറിച്ച് ഓർക്കുകയാണ്, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കാരണമില്ല ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള സ്വമേധയാ പാപങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ അനുവാദം കൊടുത്ത് വളർത്തിയെടുത്തത്. അവയെ അകറ്റി എന്നെ കാക്കണം. കാരണം അവയല്ലെങ്കിൽ നമ്മുടെ മേൽ വാഴും. അതുകൊണ്ടാണ് അവ എൻ്റെ മേൽ വാഴരുതേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അങ്ങനെയായാൽ മാത്രമേ ഞാൻ നിഷ്കളങ്കനാകൂ, മഹാപാതകരഹിതനാകൂ, പാതകമില്ലാത്തവനാകൂ. മഹാപാപി എന്നുള്ള തരത്തിൽ നിന്ന് മാറണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വമേധാ പാപങ്ങളെ അകറ്റണം. നമുക്കും യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില രഹസ്യ പ്രാർത്ഥനകളായിട്ട് തന്നെ ഇതിനെ വളർത്തിക്കൊണ്ട് വരണം. അതായത്, ദൈവമേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണം, സ്വമേധയായ പാപങ്ങൾ അകറ്റി എന്നെ ശുദ്ധീകരിക്കണം. ഇതൊരു പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. 29-ാം സങ്കീർത്തനം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, ധ്യാനങ്ങൾ അതൊക്കെ ദൈവത്തിനാകട്ടെ. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും പോലെ ജീവിതം കൊണ്ട് പ്രാർത്ഥനയും ധ്യാനവും ആയിത്തീരാൻ, ദൈവത്തിന് വസിക്കുന്ന നിർമ്മലമായ പൂന്തോട്ടമായി തീരുവാൻ, വാതിൽ മുട്ടിവിളിക്കുന്ന ദൈവത്തിന് വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടമായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.